സച്ചിൻദാസ് മാത്സ് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 6th സെമസ്റ്റർ അല്ലേ, നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന ടെസ്റ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കോംപ്ലക്സ് അനാലിസിസ് പഠിക്കാനുണ്ട്. അപ്പോൾ കോംപ്ലക്സ് അനാലിസിസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് പോവാം അല്ലേ, വീഡിയോയിലേക്ക് പോവാം. അതാണ് നല്ലത്, നമുക്ക് ലൈറ്റ് ആക്കണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സപ്പോർട്ട് എന്തായാലും വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഇതുപോലത്തെ നല്ല നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്ന വിശ്വാസത്താൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് ദി റിയൽ പാർട്ട് ഓഫ് സെഡ് സ്ക്വയർ? സെറ്റ് സ്ക്വയറിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? റിയൽ പാർട്ട് ഏതാണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ സെഡ് സ്ക്വയറിന് സെഡ് എന്താണ്? എക്സ് പ്ലസ് ഐ വൈ ആണ്. സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? അതിനൊന്ന് സ്ക്വയർ ചെയ്യുക. എക്സ് പ്ലസ് ഐ വൈനെ സ്ക്വയർ ചെയ്യുക. സെഡ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സ്, അതിനെ നമ്മൾ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സ്ക്വയർ ചെയ്താൽ ഐ ടേംസിന് ഒരുമിച്ചെടുക്കുക. ഐ ഇല്ലാത്ത ടേംസ് റിയൽ പാർട്ടും ഐ ഉള്ള ടേം ഇമാജിനറി പാർട്ടും ആണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഐ ഉള്ള ടേമിനെ വേറെയായിട്ടും റിയൽ പാർട്ടിനെ വേറെയായിട്ട് മാറ്റിയെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ റിയൽ പാർട്ട് കിട്ടും. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ ഐ ഉള്ള ടേം എന്ന് പറയുന്നത് 2xy ആണ്. അപ്പോൾ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഐ ഇല്ലാത്ത ടേമാണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം. റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എ അനാലിറ്റിക് ഫങ്ഷൻ ആർ. ഇത് ഡാഷ് ആയിരിക്കും. നമുക്ക് ഇത് എന്താണ് ക്വസ്റ്റ്യൻ? ഇങ്ങനെ ചോദിക്കുക. റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എ അനാലിറ്റിക് ഫങ്ഷൻ ആർ ഡാഷ് ഫങ്ഷൻ. എന്ത് ഫങ്ഷനാ? ഹാർമോണിക് ഫങ്ഷൻ. തെറ്റിക്കരുത്, ഹാർമോണിക് ഫങ്ഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് പ്ലസ് ഐ. സെഡ് പ്ലസ് ഐയുടെ ഇമാജിനറി പാർട്ട് എന്താ? സെഡ് നമ്മൾക്കറിയാം എക്സ് പ്ലസ് ഐ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ സെഡ് പ്ലസ് ഐ എന്തായിരിക്കും? എക്സ് പ്ലസ് ഐ വൈ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണു, പ്ലസ് ഐ എന്ന് കൊടുക്കുക. ഇതിൽ റിയൽ പാർട്ട് ഐ ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ എക്സ് അവിടെ മാറ്റി നിർത്തുക. നമുക്ക് ചോദിച്ചേക്കുന്നത് ഇമാജിനറി പാർട്ടാണ്. ഇമാജിനറി പാർട്ട് എന്തെന്ന് എഴുതുക? വൈ പ്ലസ് 1 എന്ന് എഴുതുക. അതാണ് ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കൂ. f of z is equal to u of xy plus iv of xy is analytic in the domain D if and only if v is the harmonic conjugate of u ആണ്. അതിൻ്റെ ആൻസർ ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്നാണ്. ഒന്നുകൂടി പറയാം. ഓക്കെ, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടാവും. അത് അനലിറ്റിക് ഇൻ ദ ഡൊമെയിൻ ഡി ആണ്. വി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡാഷ് ആണ്. ആ ഡാഷ് എന്താണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഡാഷ് ഓഫ് യു ആണ്. അപ്പോൾ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് യു എന്നാണ് അതിൻ്റെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യനിക്ക് ഇപ്പം ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് സെഡ് ടെൻസ് ടു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അപ്രോച്ചസ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഞാനത് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീൻസ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിമിറ്റ് സെഡ് ടെൻസ് ടു ഇൻഫിനിറ്റി 2z പ്ലസ് ഐ ബൈ z പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഡാഷ്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം എഫ് ഓഫ് സെഡ് നമുക്കറിയാം. അപ്പോൾ എഫ് ഓഫ് സെഡിൻ്റെ പ്ലേസിൽ എഴുതി. എഫ് ഓഫ് സെഡിനെ നമുക്ക് ലിമിറ്റ് സെഡ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് സെഡ് നമുക്ക് എന്താ? W0 കിട്ടും. W0 എന്ന് പറഞ്ഞാൽ കിട്ടും. ഈ ടേമിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? ഇൻഫിനിറ്റി മാറ്റിയിട്ട് 0 എന്ന് എഴുതാം. സെഡിനെ മാറ്റിയിട്ട് 1/z എന്ന് ഇട്ട് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ മാറ്റം വരിക. സെഡ് ഉള്ളിടത്ത് എന്തിട്ട് കൊടുക്കുക? 1/z എന്ന് കൊടുക്കുക. ഇൻഫിനിറ്റിക്കല്ല, Z0 എന്താക്കി മാറ്റുക? ഇവിടെ 0 എന്നാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? മാറ്റി എഴുതുക. അപ്പോൾ നമുക്ക് അങ്ങനെ മാറ്റി എഴുതാൻ സാധിക്കും. നമുക്ക് അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഇൻഫിനിറ്റി ബേസ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ സെഡ് ടെൻസ് ടു ഇൻഫിനിറ്റി വന്നാൽ നമ്മൾ മാറ്റണം. ഈ രീതിയിൽ മാറ്റി എഴുതണം. ഓക്കെ, അപ്പോൾ അങ്ങനെ മാറ്റി എഴുതിയാൽ എഫ് ഓഫ്
1/z എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും 2+zi/1+z എന്ന് കിട്ടും എന്ന് വെച്ചാൽ സെഡിൻ്റെ പ്ലേസിൽ 1/z കൊടുക്കും. അപ്പോൾ സെഡിലുള്ളതൊക്കെ 1/z വരും. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് മാറ്റി എഴുതുക, ക്രോസ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഞാൻ ചെയ്തു തരണോ? ഓക്കെ, അപ്പോൾ 2 1/z+i ന്യൂമറേറ്ററാണ് ഞാൻ സോൾവ് ചെയ്യണേ. അപ്പോൾ 2/z+i എന്ന് വെച്ചാൽ 2+iz/z എന്ന് കിട്ടും. അതേപോലെ അടുത്തത് ഡിനോമിനേറ്ററിൽ 1/z+i ഇതിനെ മാറ്റി എഴുതിയാൽ 1+iz/z. സെഡും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂമറേറ്ററിൽ ഈ ടേമും ഡിനോമിനേറ്ററിൽ ഈ ടേമും വരും. അതാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ക്ലിയർ അല്ലേ? ഒരു ഐ ടേം ഉണ്ടായിരുന്നല്ലേ, അതെന്തായാലും സോൾവ് ചെയ്ത് നന്നായി. ഐ ടേം ഓക്കെ, നിങ്ങൾക്കത് ക്ലിയർ ആവും. ഓക്കെ, ഇനി സെഡിനെ നമ്മളെന്ത് കൊടുക്കുക? 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഫിനിറ്റിക്കൊന്നും പോവില്ല, നമുക്കൊരു നമ്പർ കിട്ടും. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദി ഇമാജിനറി പാർട്ട് ഓഫ് z²+5? z²+5ൻ്റെ ഇമാജിനറി പാർട്ട്. സെഡ് നമുക്കറിയാം x+iy ആണ്. അപ്പോൾ z² എന്ന് പറഞ്ഞാൽ x² - y² + i2xy ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ z²+5 എന്ന് പറയുന്നത് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ ഇല്ലാത്ത ടേംസ്, ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ ഉള്ള ടേംസ്. അപ്പോൾ ഇമാജിനറി പാർട്ട് ചോദിച്ച കാരണം ഐൻ്റെ ഉള്ള ടേംസ് ഏതാ? 2xy ആണ്. അപ്പോൾ ഇമാജിനറി പാർട്ട് 2xy ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ലിമിറ്റ് z ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 5z+i/z+4? അതിൻ്റെ നമ്മൾ നേരത്തെ ഇതേപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാ? 5th പ്രോബ്ലമാണ്, 5ാമത്തെ പ്രോബ്ലമാണെന്ന് തോന്നുന്നു. അപ്പോൾ 5ാമത്തെ പ്രോബ്ലം പോലെ തന്നെ ഇതിൽ സെഡ് എവിടേക്ക് ടെൻഡ് ചെയ്യുന്നത്? സെഡ് നോട്ട് എന്താ അതിൽ? ഇൻഫിനിറ്റി ആണ് അല്ലേ? സെഡ് എവിടേക്ക് ടെൻഡ് ചെയ്യുക? ലിമിറ്റിൽ സെഡ് നോട്ടിക്ക്. ഇപ്പോൾ ഈ സെഡ് നോട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്? ഇൻഫിനിറ്റി ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നു. അതുപോലെ ഇത് f(z) ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും? ലിമിറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലിമിറ്റ് z ടെൻഡ്സ് ടു 0. സെഡ് നോട്ടിന് നമ്മൾ എന്ത് കൊടുക്കാം? സെഡ് നോട്ട് അല്ലേ? അപ്പോൾ സെഡ് നോട്ടിന് നമ്മൾ 0 കൊടുക്കാം. ഇവിടെ f(z) കൊടുത്ത് എന്ത് കൊടുക്കുക? f(1/z) എന്ന് കൊടുക്കുക. ഇനി f(1/z) എങ്ങനെ കിട്ടിയെന്ന് അറിയാലോ? ഈ z-ലോടുത്ത് 1/z നമ്മൾ കൊടുക്കണം. സെഡിലോടുത്ത് 1/z നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു, പ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5+zi/1+z കിട്ടും. എന്ത് ചെയ്യുക? ലിമിറ്റ് കൊടുക്കുക, സെഡിനെ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ 5 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാനാണ്. നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യണം? ഹാർമോണിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഹാർമോണിക് ഫംഗ്ഷൻ എന്താ എന്നുള്ളത് ഒന്ന് ഡിഫൈൻ ചെയ്യണം. അത്രയേ ഉള്ളൂ. നമ്മൾ ടെസ്റ്റ് എടുക്കുകയാണ്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, ഒരു ഫൈ എന്ന് പറയുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ട്. ഇതോടും പറയാം, എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഫൈ ഓഫ് 2 റിയൽ വേരിയബിൾ എക്സ് ആൻഡ് വൈ ഇസ് said to be harmonic in a given domain of xy plane if throughout the domain it has continuous partial derivative of the differential second order and they satisfy the partial differential equation. ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു ഫൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ട്. അതെങ്ങനെയാണ് ഫംഗ്ഷൻ? എക്സ് വൈ എന്ന് പറയുന്ന 2 വേരിയബിൾസ് ഉള്ള ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ് ഫൈ എന്ന് പറയുന്നത്. ആ ഫംഗ്ഷൻ എന്താണ്? ഹാർമോണിക് ആണ് എന്ന് പറയുകയാണ്. നമുക്ക് എക്സ് വൈ പ്ലെയിനിൽ ഡൊമെയിനുള്ളപ്പോൾ ഇനി അത് എന്ത് ഡൊമെയിൻ വേണമെങ്കിൽ ആവാം, അതാ പറയുന്നത്. ഇനി ഓക്കെ, റിയൽ വാല്യൂഡ് ആയിട്ടുള്ള എന്ത് ഡൊമെയിൻ വേണമെങ്കിലും ആവാം. ത്രൂ ഔട്ട് ദി ഡൊമെയിൻ ഇറ്റ് ഈസ് continuous partial derivative. The continuous partial derivative first and second satisfy the partial differential equation. ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യണം. ഏത് ഇക്വേഷനാ? ഈ ഇക്വേഷൻ 5x ഓഫ് എക്സ് വൈ പ്ലസ് 5y ഓഫ് എക്സ് വൈ എന്ന് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് എന്തെന്ന് പറയാം? ഇത് ഹാർമോണിക് ഫംഗ്ഷൻ ആണെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് u ഈക്വൽ ടു
പ്രൂവ് ദാറ്റ് യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഹാർമോണിക്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹാർമോണിക് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. എന്താണ് ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തേക്കുക, ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. അപ്പോൾ യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഹാർമോണിക്. അപ്പോൾ യു തന്നിട്ടുണ്ട്, നമുക്ക് ഏത് സാറ്റിസ്ഫൈ ചെയ്യണം, യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്കത് ഹാർമോണിക്കാന്ന് പറയാം. ആ യു എന്ന് പറയുന്നത് ഹാർമോണിക്കാന്ന് പറയാം. യു എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യുക, പിന്നെ അതിന് വീണ്ടും സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യണം. അതുപോലെ യു വൈ വൈ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ്, സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യുക. അപ്പോൾ ആദ്യം യു എക്സ് ചെയ്യുമ്പോൾ 2x എന്ന് കിട്ടും. അതുപോലെ യു വൈ ചെയ്യുമ്പോൾ -2y എന്ന് കിട്ടും. യു എക്സ് എക്സ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അതുപോലെ യു വൈ വൈ ചെയ്യുക, ഈ ടേമിന് വീണ്ടും ഡെറിവേറ്റീവ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്താൽ നമുക്ക് -2 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടണം, 0 കിട്ടിക്കഴിഞ്ഞാൽ ആ യു എന്ന് പറയുന്നത് ഹാർമോണിക്കാണ്. അപ്പോൾ ഈ ഫസ്റ്റത്തെ പ്രോബ്ലം എന്താണ്, ഇത് ഹാർമോണിക് ആണെന്ന് മനസ്സിലായി എന്ന് പറയണത് എന്താണ്, ഹാർമോണിക് ആണെന്നുള്ളത് ക്ലിയറായി. അടുത്ത ക്വസ്റ്റ്യനിക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വെരിഫൈ കോഷി റീമാൻസ് ഇക്വേഷൻ for the function f of z is equal to 3x plus y plus I into 3y minus x എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ. അതായിരുന്നു കാരണം കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഈ ടേമിൽ നമുക്ക് അറിയുന്ന കാര്യമാണ്, ആ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ യു ആണ്, ഒന്ന് വി ആണ് അല്ലേ. റിയൽ പാർട്ട് യുവും ഇമാജിനറി പാർട്ട് വിയും ആയിട്ട് എടുക്കുക. അതിൽ യു കൊടുക്കുക, കാരണം എക്സും വൈയും വരുന്ന രണ്ട് വേരിയബിളായി വരുന്ന റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടും ആണ് വരുന്നത്. അപ്പം ഇനി ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എക്സ് ഈക്വൽ ടു വി വൈ ആണെന്നും അതുപോലെ യു വൈ ഈക്വൽ ടു വി സെഡ് ആണെന്നാണ്, അത് ഈക്വൽ ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, യു കണ്ടുപിടിക്കും, വി എഴുതും, ഈ യുവിനെ ഡെറിവേറ്റീവ് ചെയ്യും. യുവിനെ ഡെറിവേറ്റീവ് ചെയ്തെന്തിനാ, വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് ചെയ്യണം. കാരണം നമുക്ക് കാണിക്കേണ്ടത് യു എക്സ് ഈക്വൽ ടു വി വൈ എന്നാണ്. അപ്പോൾ ആദ്യം യു എക്സും കണ്ടുപിടിക്കണം, അതുപോലെ വി വൈയും കണ്ടുപിടിക്കണം. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. രണ്ടും ഈക്വലായി. ഏത് ഫംഗ്ഷൻ വെച്ചിട്ട്, ആദ്യം യുവിൻ്റെ 3x പ്ലസ് വൈ ആണ്. 3x പ്ലസ് വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ചെയ്താൽ നമുക്ക് 3 എന്നാണ് കിട്ടുക. അതുപോലെ വിനെ 3y മൈനസ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ചെയ്താൽ നമുക്ക് 3 തന്നെ കിട്ടുക. അപ്പോൾ നമുക്കിത് രണ്ടും ഈക്വലായിട്ട് കിട്ടി. ആദ്യത്തെ കണ്ടീഷൻ ശരിയായി. അതേപോലെ യു വൈ ചെയ്യുക, യു വൈ എന്തിനോട് ഈക്വലാന്ന് കാണിക്കണം, വി എക്സിനോട് ഈക്വലാന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളത് സോൾവ് ചെയ്യുന്നു. അപ്പോൾ യു വൈ എന്ന് പറയുന്നത് 1 എന്നും വി എക്സ് എന്ന് പറയണത് -1 എന്നും വരും വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ. ഇനി മൈനസിനെ നമുക്ക് ബാലൻസ് ചെയ്യാം, 1 ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വി എക്സ് എന്ന് കിട്ടും. അപ്പോൾ രണ്ടും ഈക്വലായി. അതുകൊണ്ട് ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് വി യുവും എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. ആർ ഇക്വേഷനാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പ്രൂവ് ചെയ്യാൻ പറ്റി. അടുത്ത ക്വസ്റ്റ്യനിക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് യു ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3xy സ്ക്വയർ പ്ലസ് 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ പ്ലസ് 1 ഈസ് ഹാർമോണിക്. യു എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഹാർമോണിക്കാന്ന് കാണിക്കുന്നത് എങ്ങനെയാണ്, നമുക്കറിയാം യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ എന്താണെന്ന് എഴുതിയാൽ മതി, കാണിച്ചാൽ മതി. 0 ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, എന്ത് കാണിക്കണം, 0 ആണെന്ന് കാണിക്കണം. അപ്പോൾ ആദ്യം യു ഉണ്ട്, യുവിനെ ആദ്യം ഡെറിവേറ്റീവ് വീണു വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട്, അതിന് വീണ്ടും ഡെറിവേറ്റീവ് വീണു വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട്. സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ നമുക്ക് വേണ്ട, യു എക്സ് എക്സ് അല്ലേ. അപ്പോൾ നമുക്ക് 6x പ്ലസ് 6 എന്ന് കിട്ടും. ഡെറിവേറ്റീവ് അറിയുന്ന കാര്യമാണ്, അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് വെറുപ്പിക്കാത്തത്. അപ്പോൾ യു വൈ എന്ന് പറയുന്നത് യുവിനെ വീണ്ടും ഡെറിവേറ്റീവ് ചെയ്യുക, പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുക, പിന്നെ അത് ഡെറിവേറ്റീവ് ചെയ്യണം. കാരണം നമുക്ക് യു വൈ വൈ ഉണ്ട്, അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്, സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ അതും കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ, ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി സം ചെയ്താൽ നമുക്ക് 0 കിട്ടും. അതുകൊണ്ട് ഇത് യു എന്ന് പറയുന്നത് ഹാർമോണിക് ആണ് നമുക്ക് മനസ്സിലാവും.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഭയങ്കര ഈസിയുള്ള ഒരു ക്വസ്റ്റ്യൻ. വെരിഫൈ ദി കോഷി റീമാൻസ് ഇക്വേഷൻ ഫോർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ കോസ് എക്സ് സൈൻ എച്ച് വൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം ഇതിൽ ഇക്വേഷൻ റീമാൻസ് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. നമുക്കറിയാം യു എക്സ് ഈക്വൽ ടു വി വൈ എന്നും അതുപോലെ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നും എന്ത് ചെയ്താൽ മതി, കാണിച്ചാൽ മതി. അപ്പോൾ യുവിനെ ആദ്യം യു എക്സ് കിട്ടണം, വി വൈയും കിട്ടണം. അപ്പോൾ ആദ്യം യു എക്സ് ചെയ്തു. അപ്പോൾ നമുക്ക് സൈൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് കൊണ്ടല്ലേ ചെയ്തത്. അപ്പോൾ എക്സിൻ്റെ വേരിയബിൾ വരുന്ന ടേമിന് മാത്രം എന്ത് ചെയ്താൽ മതി, ഡെറിവേറ്റീവ് ചെയ്താൽ ബാക്കി കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ കോസ് എക്സ് സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് കോസ് എച്ച് വൈ, അതുപോലെ വിനെ ചെയ്യുക, വൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വൈ ഉള്ള ടേം സൈൻ എച്ച് വൈ ആണ്, അതിന് മാത്രം ചെയ്താൽ മതി. അപ്പോൾ കോസ് എക്സ് അതുപോലെ എഴുതി വയ്ക്കുക, കോസ് എച്ച് വൈ എന്ന് കിട്ടും. സൈൻ എച്ച് വൈയുടെ ഡെറിവേറ്റീവ് കോസ് എച്ച് വൈ ആണെന്ന് നമുക്കറിയാം. അതേപോലെ ഇത് രണ്ടും ഈക്വലായിട്ട് നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. അപ്പോൾ ആദ്യത്തെ നമ്മൾ കണ്ടീഷൻ കറക്റ്റാക്കി. ഇനി അടുത്ത കണ്ടീഷൻ ശരിയാക്കണം. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് യു വൈ എന്തിനോട് ഈക്വലാണ്, മൈനസ് വി എക്സിനോട് ഈക്വലാണെന്ന് കാണിക്കണം. അപ്പോൾ ആദ്യം യുവിനെ വൈ കൊണ്ട് ഡെറിവേറ്റീവ് ചെയ്തു, പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തു. അതേപോലെ വിനെ എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് ചെയ്തു. അപ്പോൾ വൈനെ ചെയ്യുമ്പോൾ കോസ് എച്ച് വൈ ഇവിടെ വേരിയബിൾ വരുന്നത് കോസിൽ മാത്രമേ ഉള്ളൂ. അത് കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ് സൈൻ എച്ച് വൈ ആണ്. അതേപോലെ തന്നെ ഇവിടെ എക്സ് വേരിയബിൾ വെച്ചിട്ടാണ്. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ മൈനസിൽ ബാലൻസ് ചെയ്യാം. കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നാണ്. അപ്പം ബാലൻസ് ചെയ്താൽ മതി. ഈ മൈനസിനെ ബാലൻസ് ചെയ്യാം, ഇൻറ്റു അല്ലേ. അപ്പം -1നെ പ്രതിയെടുത്താൽ മൈനസ് വി എക്സ് ഈക്വൽ ടു സൈൻ എച്ച് വൈ എന്ന് എഴുതും. അപ്പോൾ അങ്ങനെയുള്ളൂ. അപ്പോൾ അത് ഇക്വേഷൻ ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, 13th ക്വസ്റ്റ്യൻ. അപ്പോൾ ലിമിറ്റ് z ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഫോർ z സ്ക്വയർ ബൈ z മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ത് ചെയ്യണം, നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ z ഈസ് ഈക്വൽ ടു എഫ് ഓഫ് z ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, z സ്ക്വയർ ബൈ z മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതും, ലിമിറ്റ് z ടെൻഡ്സ് ടു z നോട്ടിൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. ഈ എഫ് ഓഫ് എക്സിനെ നമ്മൾ എന്ത് മാറ്റുക, എഫ് ഓഫ് 1/z എന്ന് കൊടുക്കുക. അപ്പോൾ 1/z ഈ എഫ് ഓഫ് എക്സ് സെഡിൻ്റെ പ്ലേസിലൊക്കെ 1/z ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 4/1 മൈനസ് z സ്ക്വയർ ആയിരിക്കും. അതവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് ലിമിറ്റ് എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 14th ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്, ആദ്യം നമുക്ക് എഫ് ഓഫ് സെഡ് നമുക്കറിയാം. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ മോഡ്, അതെങ്ങനെ കിട്ടിയെന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം എക്സ് സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ മോഡ് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന്. നമുക്ക് വേണ്ടത് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ റൂട്ടിനെ പെടുത്തി എടുക്കുക. അപ്പോൾ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്തു, കിട്ടും. ഓക്കെ, അതാദ്യം ടെസ്റ്റിൽ നിന്ന് ഞാൻ അത് ക്ലിയർ ആക്കി തന്നതാണ്. ഒന്നും കൂടി അറിയുന്നവർക്ക് അറിയുണ്ടാവും. ഓക്കെ, ഇതിൽ നിന്ന് യു ഓഫ് എക്സ് വൈ നമുക്ക് കിട്ടും. ഐ ഇതിലില്ലല്ലോ, ഐ ഇല്ലാത്ത ടേംസ് ആണ് കിട്ടിയത്. അതുകൊണ്ട് വി എന്ന് പറയണത് ഇമാജിനറി പാർട്ടില്ല. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടല്ലേ, അവിടെ 0 ആണ്. ഇനി നമുക്ക് ആദ്യം ഇത് എന്താണെന്ന് കാണിക്കണം, കോഷി റീമാൻസ് ഇക്വേഷനാണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് യു എക്സ് ഈക്വൽ ടു 2x എന്നും യു വൈ ഈക്വൽ ടു 2y എന്നും യു എക്സ് ഈക്വൽ ടു 0 എന്നും യു വൈ ഈക്വൽ ടു 0 എന്നും കിട്ടി. പക്ഷേ നമുക്ക് അപ്പോൾ ഓൾ ദസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആർ കണ്ടിന്യൂസ് എവരിവെയർ. ഓക്കെ, ഹൗഎവർ കോഷി റീമാൻസ് ഇക്വേഷൻ ആർ സാറ്റിസ്ഫൈഡ് ഓൺലി. എവിടെ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, എക്സ് ഈക്വൽ ടു 0ലും വൈ ഈക്വൽ ടു 0ലും മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് ഡിഫറൻഷ്യബിൾ ആണ്. എന്ത്, എക്സ് ഈക്വൽ ടു 0ലും വൈ ഈക്വൽ ടു 0ലും. സെഡ് ഈക്വൽ ടു എന്തിലാ 0 തന്നെ കിട്ടും. എന്ന് വെച്ചാൽ എഫ് ഡാഷ് ഓഫ് 0 ഈസ് ഈക്വൽ ടു, ഡിഫറൻഷ്യബിൾ ആണെന്ന് കാണിക്കുക, എഫ് ഡെറിവേറ്റീവ് ചെയ്യുക. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 0 ഈസ് ഈക്വൽ ടു യു ഓഫ് 0 എക്സ് 0 പ്ലസ് ഐ വി ഓഫ് 0 ഈസ് ഈക്വൽ ടു, നമുക്കിതിനെ ടേം 0 എന്ന് കിട്ടും, ഈ ടേമും 0 എന്ന് കിട്ടും, ഇക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ അത് എന്ത് ചെയ്തു, ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സോൾവ് ചെയ്യേണ്ടത്. നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലത്തേക്ക് പോകാം. അടുത്ത പ്രോബ്ലം സ്റ്റേറ്റ് ദി ഫണ്ടമെൻ്റൽ തിയറം. സ്റ്റേറ്റ് ദി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര.
ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര എന്ത് ചെയ്യണം നമ്മളോട് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, പോളിനോമിയലാണ്. അതിൽ പി ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു a0 പ്ലസ് a1z പ്ലസ് a2z² പ്ലസ് എക്സെട്ര പ്ലസ് an(z) റേസ് ടു n എന്ന് പറഞ്ഞിട്ട് a എന്ന് പറയുന്നത് എന്താവില്ല, 0 ആവില്ല. ആ രീതിയിലുള്ള ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും, n ആണ്. n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഹാസ് അറ്റ്ലീസ്റ്റ് 1 zeros. ഓക്കെ, that is there exists at least one point z0 such p of z0 is equal to 0 എന്നുള്ളതാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, തിയറംസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതാൻ വരും. അപ്പോൾ ഇതാ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു കോംപ്ലക്സ് അനാലിസിസിലെ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 15 ക്വസ്റ്റ്യൻസും 1 വേർഡ് ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ഈ 15 ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണം, നന്നായി പഠിച്ചു വയ്ക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾക്ക് ഇങ്ങനെയാണ് ഒരു ടൈപ്പ് മനസ്സിലായില്ലേ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതൊരു ഐഡിയ കിട്ടിയില്ലേ. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് ഇനിയും വരാം എന്ന് വിചാരിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.